Coming to the functions of discipline, the various functions of discipline are: it facilitates learning, it assists in learning those standards of conduct acceptable with the society. സോ ആദ്യമേ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ടും ലേണിങ്ങിനെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും വേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ അക്സെപ്റ്റബിൾ വിത്തിൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതികൾ ഏതൊക്കെയാണ്, ബിഹേവിയേഴ്സ് ഏതൊക്കെയാണ്, ഇതിനെയൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. അക്വയർ പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് സെൽഫ് കൺട്രോൾ ആൻഡ് പെർസിസ്റ്റൻസ്. സോ കുട്ടികളിൽ സെൽഫ് കൺട്രോൾ, പെർസിസ്റ്റൻസ് ഈ രണ്ട് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. ഇറ്റ് അസിസ്റ്റ് ഇൻ സെക്യൂറിംഗ് stability of social order within which the young may achieve security and maturity. സോ ഒരു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു രീതി ഉണ്ടാവും അല്ലേ, ആ ഒരു കസ്റ്റം അല്ലെങ്കിൽ ആ ഒരു രീതിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അതിനുള്ളിൽ കുട്ടികൾ വളരുമ്പോൾ ആ സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഗ്രോ ചെയ്യാനും ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. So it facilitates learning, it assists in learning those standards of conduct acceptable within the society, it helps in acquiring positive characteristics like self-control and persistence, it assists in securing stability of the social order within which the young may achieve security and maturity. Now coming to the aims of discipline. സോ നിങ്ങൾ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഷോർട്ട് നോട്ടിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എയിംസ് ഓഫ് ഡിസിപ്ലിൻ. സോ എയിംസ് ഓഫ് ഡിസിപ്ലിൻ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്, ഹെഡ്ഗർ കെൻ. സോ അക്കോർഡിംഗ് ടു ഹെഡ്ഗർ കെൻ, ദ എയിംസ് ഓഫ് ഡിസിപ്ലിൻ ആർ: the first is to create and maintain desirable conditions in teaching learning situations to assist in the attainment of objective. സോ ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ടും നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഓവറോൾ പേർപ്പസ്, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടും ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. സോ ഹെഡ്ഗർ കെൻ പറയുന്ന അനുസരിച്ച് ദ ഫസ്റ്റ് എയിം ഓഫ് ഡിസിപ്ലിൻ ഇസ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ desirable conditions in teaching learning situations to assist in the attainment of objectives. രണ്ടാമതായിട്ട് ഹെഡ്ഗർ കെൻ പറയുന്ന കാര്യമാണ് to create favorable attitudes towards the establishment and maintenance of conditions essential to effective work. സോ ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഡിസിപ്ലിൻ വളരെ ആവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വർക്ക് അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ പ്രോസസ് മുന്നോട്ട് പോവുള്ളൂ. സോ ദ സെക്കൻഡ് എയിം ഓഫ് ഡിസിപ്ലിൻ ഇസ് ടു ക്രിയേറ്റ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കണ്ടീഷൻസ് essential to effective work. And lastly, he says that to assist in the development of self-control and cooperation. So self-controlum cooperationum ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. So these are the aims of discipline. According to Hedgar Ken, the aims of discipline are to create and maintain desirable conditions in teaching learning situations to assist in the attainment of objectives, to create favorable attitudes towards the establishment and maintenance of conditions which are very essential for effective work, to assist in the development of self-control and cooperation. Now let's see about the various principles of discipline. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ എഗെയിൻ യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇതും എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കുക. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് disciplinary procedure should be in harmony with the total goals of education.
സോ എഡ്യൂക്കേഷൻ്റെ ടോട്ടൽ ഗോൾസിനോട് ചേർന്ന് പോകുന്ന രീതിയിലാവണം ഡിസിപ്ലിനറി പ്രൊസീജിയർ നടപ്പാക്കാനായിട്ട്. സോ ഇതിന് ഒരു എക്സാമ്പിളാണ് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു നഴ്സിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ, ചെത്തിപ്പുഴ എന്ന് പറയും, സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ്. സോ അവിടെ ഞാൻ ഒരു 10th ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്തോ ഒരു കാര്യത്തിന് അവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട്. സോ എന്തോ ഹോസ്പിറ്റലിൽ കാണാനെങ്ങാണ്ട് പോയതാണ്. ഞാനും അമ്മയും കൂടെ പോകുമ്പോൾ ഒരു കുട്ടി, ഒരു ആൺകുട്ടി ഒരു കോട്ടും യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് ഇരുന്ന് ലോണിലിരുന്ന് പുല്ല് പറിക്കുക. അപ്പോൾ അമ്മ എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അമ്മ ഈ വ്യക്തിയോട് ചോദിച്ചു, എന്താ ഇവിടെ, എന്തിനാ ഈ പുല്ല് പറിക്കണേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് ഈ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് മിസ്സ് തന്ന ശിക്ഷയാണ് ലോണിൽ പോയിട്ട് പുല്ല് പറിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 10 മണി സമയത്ത് OPD ഒക്കെ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി വന്ന് ലോണിലിരുന്ന് പുല്ല് പറിക്കുന്ന കാഴ്ച. അത് ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചേർന്ന രീതിയിലുള്ള ഒരു ശിക്ഷയാണോ? ഇതിന് പകരം എന്ത് കൊടുക്കായിരുന്നു? ഒന്നെങ്കിൽ എക്സ്ട്രാ ലേണിംഗ്, റീഡിങ് അവേഴ്സ്, ലൈബ്രറിയിൽ പോയിട്ട് എക്സ്ട്രാ റീഡിങ് അവേഴ്സ് കൊടുക്കായിരുന്നു അല്ലേ? അല്ലെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ ഗ്രേഡ് ഇത്തിരി കൂട്ടി കൊടുക്കായിരുന്നു. സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു ഇത്തിരിയോടെ എന്തെങ്കിലും ഒരു അഡീഷണൽ ആക്ടിവിറ്റിയും കൂടെ കുട്ടിക്ക് കൊടുക്കായിരുന്നു. അതൊക്കെയല്ലേ ചേർന്ന ആക്ടിവിറ്റി. സോ ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് disciplinary procedure should be in harmony with the total goals of education. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ലവ് ആൻഡ് നോട്ട് ബൈ ഫിയർ. സോ പേടിപ്പിച്ചിട്ടല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം എൻഫോഴ്സ് ചെയ്യാനായിട്ട്. അതിന് പകരം കുട്ടികളുടെ ഉള്ളിൽ നിന്നാണ് ഡിസിപ്ലിൻ വരേണ്ടത് അല്ലേ? എപ്പോഴും വടിയെ പഠിച്ചിട്ട് മാത്രമാണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കുന്നത് എങ്കിൽ ആ വടി ഇല്ലാണ്ടാവുമ്പോൾ നമ്മളുടെ തനി സ്വഭാവം പുറത്തു വരും അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ആൻഡ് ദാറ്റ് ഈസ് വൈ ഡിസിപ്ലിൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ ലവ് ആൻഡ് നോട്ട് ബൈ ഫിയർ. ഡിസിപ്ലിൻ ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ്. എപ്പോഴും ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുമ്പോൾ അതിനെ കൺസ്ട്രക്റ്റീവായ ഒരു രീതിയിൽ വേണം എൻഫോഴ്സ് ചെയ്യാനായിട്ട്. ഡിസിപ്ലിൻ ഷുഡ് എൻഷ്യൂർ ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ, റെസ്പെക്ട് ഫോർ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ. സോ ഡിസിപ്ലിൻ നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലാണ് നടപ്പാക്കേണ്ടത്. ഒരു കുട്ടിക്ക് ഒരു രീതിയിൽ, ഒരു കുട്ടിക്ക് വേറൊരു രീതിയിലാണെങ്കിൽ ആർക്കും ഡിസിപ്ലിനോട് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. And we should also respect the rights and dignity of the individual, and we should treat everyone the same. So ഇതുവരെ പറഞ്ഞ principles, disciplinary procedure, it should be in harmony with the total goals of education. Discipline should be based on and controlled by love and not by fear. Discipline should be positive and constructive. Discipline should ensure equal justice for all, respect for the rights and dignity of the individual, and humanitarian treatment for all. അടുത്ത പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ ഇസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ് ഇസ് ജസ്റ്റ് എ മീൻസ് ഫോർ ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റല്ല. ഒരു കുട്ടി ഒരു ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ്റെ കരിയർ അല്ലെങ്കിൽ അവൻ്റെ എഡ്യൂക്കേഷൻ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിനെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടൂള് മാത്രമാണ്. സോ ഡിസിപ്ലിൻ ഇറ്റ് ഇസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ് ജസ്റ്റ് മീൻസ് a tool for successful implementation of the educational program. The next principle is disciplinary policies and procedures should be primarily preventive, secondarily corrective, and never retributive. So എപ്പോഴും ഡിസിപ്ലിൻ നടപ്പാക്കുമ്പോൾ എപ്പോഴും ഒരു തെറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിരിക്കണം നമ്മളുടെ ആദ്യത്തെ എയിം. ഇനിയിപ്പോൾ ഒരു തെറ്റുണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യാനായിരിക്കണം രണ്ടാമത്തെ എയിം. ഒരിക്കലും ഒരു കുട്ടിയുടെ ഒരു ക്യാരക്ടർ അതിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു രീതി ആവരുത് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്. So disciplinary policies and procedures, it should be primarily preventive, secondarily corrective, and never retributive.